ഹലോ എവരിവൺ, നമ്മൾ ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി, ന്യൂക്ലിയർ സൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ പ്രോപ്പർട്ടി സ്പിൻ ആൻഡ് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉള്ളത്. പ്രോട്ടോൺസും അതുപോലെ ന്യൂട്രോൺസും എന്താണ്? ദേ ആർ ഫെർമിയോൺസ് അല്ലേ. പ്രോട്ടോൺസും ന്യൂട്രോൺസും ഫെർമിയോൺസ് ആണ്. ഹാവിങ് സ്പിൻ ക്വാണ്ടം നമ്പർ എസ് ഈസ് ഈക്വൽ ടു ഹാഫ് അല്ലേ. അതുകൊണ്ട് അവരുടെ സ്പിൻ ആംഗുലർ മൊമെന്റ്, ടോട്ടൽ സ്പിൻ ആംഗുലർ മൊമെന്റ് എത്രയായിരിക്കും? എസ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് സ്മാൾ ലെറ്റർ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എച്ച് ക്രോസ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ഹാഫ് ഇൻറ്റു ഹാഫ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3/2 അല്ലേ. ദാറ്റ് മീൻസ് റൂട്ട് 3/2 എച്ച് ക്രോസ് ആയിരിക്കും അവരുടെ ടോട്ടൽ സ്പിൻ ആംഗുലർ മൊമെന്റ്. ഓക്കെ, അതുപോലെ അവരുടെ സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് എം എസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഹാഫ് ആയിരിക്കും അല്ലേ. ഇതെങ്ങനെയാണ്? ഇത് നമ്മുടെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എൽ പോലെയാണിത്. ഓക്കെ, ഇത് ഏതുപോലെയാണ്? ടോട്ടൽ ആംഗുലർ മൊമെന്റം ക്യാപിറ്റൽ എൽ പോലെ, ഇത് എം എൽ വാല്യൂസ് പോലെ. ഓക്കെ, നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പത്തിലാണ് ഞാനിങ്ങനെ പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോൺസിനെ പോലെ തന്നെ ഇവർക്കും എന്തുണ്ട്? മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട് അല്ലേ. മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ എങ്ങനെയാണ് കാണാന്നൊക്കെ പഠിച്ചാണ് അല്ലേ. മ്യൂ ഈക്വൽ ടു ഐ ക്രോസ് എ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫോർമുല അല്ലേ. അങ്ങനെ ഒരു ഫോർമുല ഒക്കെ ഉണ്ടായിരുന്നു. കറണ്ട് ഇൻറ്റു ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രം അറിഞ്ഞാൽ മതി. അവരെന്താണ്? അവർക്ക് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. ആൻഡ് ദിസ് മാഗ്നറ്റിക് മൊമെന്റ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ന്യൂക്ലിയർ മാഗ്നറ്റോൺസ്. എന്താ പറഞ്ഞേ? ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് protons and neutrons are expressed in terms of nuclear magnetons mu n. നമ്മൾ ബോർ മാഗ്നറ്റോൺ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബോർ മാഗ്നറ്റോൺ എന്തായിരുന്നു? മ്യൂ ബി ഈക്വൽ ടു ഇ എച്ച് ക്രോസ് ബൈ 2m ആയിരുന്നു അല്ലേ. ഇതെന്തിൻ്റെ മാസാ? ഇലക്ട്രോണിൻ്റെ മാസ് അല്ലേ. ആൻഡ് ന്യൂക്ലിയർ മാഗ്നറ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ എൻ ഈക്വൽ ടു ഇ എച്ച് ക്രോസ് ബൈ 2mp, where mp is the mass of proton അല്ലേ. ഞാൻ എന്താ പറഞ്ഞേ? ന്യൂക്ലിയസിന്റെ മാഗ്നറ്റിക് മൊമെന്റ് അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ന്യൂക്ലിയർ മാഗ്നറ്റോണിലാണ്. ഇലക്ട്രോണിന്റെ നമ്മൾ ബോർ മാഗ്നറ്റോണിൽ എക്സ്പ്രസ് ചെയ്തതുപോലെ അല്ലേ. ഇനി ബോർ മാഗ്നറ്റോണും ന്യൂക്ലിയർ മാഗ്നറ്റോണും തമ്മിലൊരു കമ്പാരിസൺ വേണ്ടി നമുക്ക് നടത്താം. ഇതെന്താണ്? ന്യൂക്ലിയർ മാഗ്നറ്റോൺ അല്ലേ. ഇതിനെ മാസ് ഓഫ് ഇലക്ട്രോൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മാസ് ഓഫ് ഇലക്ട്രോൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ? ഇ എച്ച് ക്രോസ് ബൈ 2 ഈ എം പി എം എ ഇൻട്രചേഞ്ച് ചെയ്യൂടെ, എം ഇ ഇൻറ്റു എം ഇ ബൈ എം പി എഴുതിക്കൂടെ. ഇത് രണ്ടും സെയിം ഇക്വേഷൻ അല്ലേ അല്ലേ. വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ഇ എച്ച് ക്രോസ് ബൈ 2m എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ ബി, ബോർ മാഗ്നറ്റോൺ അല്ലേ അല്ലേ. ഇ എച്ച് ക്രോസ് ബൈ 2m എന്ന് പറഞ്ഞാൽ ബോർ മാഗ്നറ്റോൺ ആണ്. ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ ബൈ മാസ് ഓഫ് പ്രോട്ടോൺ എത്രയാണ്? 1836 ടൈംസ് മാസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ. ദാറ്റ് മീൻസ് ഐ വിൽ ഗെറ്റ് mu n by mu b is equal to 1/1836 അല്ലേ. എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് ചെറുത്? ന്യൂക്ലിയർ മാഗ്നറ്റോൺ ചെറുതാണ് അല്ലേ. ഇതിന് ഇനി ഒന്നുകൂടെ മനസ്സിലാക്കണമെങ്കിൽ മ്യൂ ബി ഈസ് ഈക്വൽ ടു 1836 മ്യൂ എൻ എഴുതിക്കൂടെ. ഈ ഇക്വേഷൻ തന്നെ ബോർ മാഗ്നറ്റോൺ ഈസ് ഈക്വൽ ടു 1836 ടൈംസ് ന്യൂക്ലിയർ മാഗ്നറ്റോൺ. അപ്പോൾ ബോർ മാഗ്നറ്റോൺ ആണ് വലുത് എന്നർത്ഥം. ഓക്കെ, ജസ്റ്റ് സിറ്റുവേഷനലി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് സ്പിൻ ആൻഡ് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഹാവ് ദെയർ സെഡ് കമ്പോണന്റ് ഗിവൺ ആസ് എന്ന് പറഞ്ഞാൽ സെഡ് കമ്പോണന്റ് ഓഫ് സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് പ്രോട്ടോൺ മ്യൂ പി സെഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2.793 mu n. mu n is ബോർ മാഗ്നറ്റോൺ, ന്യൂക്ലിയർ മാഗ്നറ്റോൺ. അതുപോലെ സെഡ് കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് spin magnetic moment of neutron mu n z is given by minus or plus 1.913 mu n അല്ലേ. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ സെഡ് കമ്പോണന്റ് നമ്മൾ എം എൽ എച്ച് ക്രോസ് എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നില്ലേ അല്ലേ. എൽ സെഡ് ഈക്വൽ ടു എം എൽ എച്ച് ക്രോസ് എന്ന് പറഞ്ഞ് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് ഓർമ്മ. അതുപോലെ ഇതിൽ ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിൽ അല്ലേ. അതുപോലെ നമുക്ക് ഇതിൻ്റെ സെറ്റ് കമ്പോണന്റ് ഇതാണ് ഇതിൻ്റെ എക്സാക്ട് വാല്യൂ. ഓക്കെ, ഇനി ഇവിടെ ഒരു ഡയറക്ഷൻ പ്രശ്നം നോക്കുക. ഇവിടെ പ്രോട്ടോണിൻ്റെ കേസിൽ പ്ലസ് മൈനസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, ന്യൂട്രോണിൻ്റെ കേസിൽ മൈനസ് പ്ലസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ ശ്രദ്ധിക്കുക.
the spin and magnetic moment of proton is in the same as its spin angular momentum. പ്രോട്ടോണിൻ്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷനും അതുപോലെ സ്പിൻ ഡയറക്ഷനും സെയിം ആണ്. ഇത് പ്രോട്ടോണിന്റെ സ്പിന്ന്, ഇത് പ്രോട്ടോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ്, അത് രണ്ടും സെയിം ഡയറക്ഷനില്ല. എന്നാൽ ന്യൂട്രോണിന്റെ കേസിൽ എന്താണ്, സ്പിന്നും അതുപോലെ മാഗ്നറ്റിക് മൊമെന്റും എന്താണ്, ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഒരു മൈനസ് പ്ലസ് എന്നുള്ള വേർതിരിവ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇത് ഇത്രയും അറിഞ്ഞാൽ മതി. ഓക്കെ, ജസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് ചോദിക്കുള്ളൂ, ഇതൊന്നും ആയത്തിലൊന്നും ചോദിക്കില്ല. ഓക്കെ, ഇനി ഇതിൽ പറയാനുള്ളത് സീമാൻ എഫക്റ്റ് പോലെ, ഇലക്ട്രോൺസിന്റെ കേസിൽ സീമാൻ എഫക്റ്റ് പോലെ. എന്താ സീമാൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, എനർജി ലെവൽസ് ഉണ്ടെന്ന് കരുതുക അല്ലെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യും, ഇങ്ങനത്തെ സിംഗിൾ എനർജി ലെവൽസ് സ്പ്ലിറ്റ് ചെയ്യും അല്ലെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്കിവിടെ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം എന്താണ്, UM = -μz × B ആണ് അല്ലെ. ഇൻ ദി പ്രസൻസ് ഓഫ് എൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് B, ദ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഗിവൺ ബൈ -μz × B അല്ലേ. ഇനി ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്യും, ന്യൂക്ലിയസിന്റെ എനർജി ലെവൽസും ഇതുപോലെ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. ഏതുപോലെ, സീമാൻ എഫക്റ്റിലെ പോലെ അല്ലേ. അപ്പം ആ സ്പ്ലിറ്റിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ദ എനർജി ലെവൽസ് ഓഫ് എ പ്രോട്ടോൺ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ സ്പ്ലിറ്റ് ഇൻ ടു സ്പിൻ അപ്പ് ആൻഡ് സ്പിൻ ഡൗൺ സബ് ലെവൽസ് അല്ലേ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആകുമ്പോൾ ഇങ്ങനെ ഒരു ഒറ്റ ലൈനേ ഉണ്ടാവുള്ളൂ, ഒരു ലെവലേ ഉണ്ടാവുള്ളൂ. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ആ ഒരു മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജീൻ്റെ മ്യൂസെറ്റ് ഡിപ്പെൻഡൻസ് കാരണം എന്ത് ചെയ്യും, സ്പിൻ അപ്പിനനുസരിച്ച് ഒരു എനർജിയും സ്പിൻ ഡൗണിനനുസരിച്ച് വേറെ എനർജിയും ഉണ്ടാവും. അതുകൊണ്ട് ഈ സിംഗിൾ എനർജി ലെവൽസ് ഇൻ കേസ് ഓഫ് B = 0 ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2 ഇൻ ദി പ്രസൻസ് ഓഫ് എ ഫീൽഡ്. B > 0 എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ. അത്തരത്തിൽ സ്പിൻ ഡൗൺ കോൺഫിഗറേഷൻ ആണിത്. സ്പിൻ ഡൗൺ ആകുമ്പോഴാണ് അവർക്ക് എനർജി കൂടുക അല്ലേ. അതുപോലെ സ്പിൻ അപ്പിലാണ് എനർജി കുറയുക. ഓക്കെ, അപ്പം MS = -12 കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലെവലുണ്ട്. MS = +12 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലെവലുണ്ട്. ഓക്കെ, ഈ എനർജി E0 എന്ന് എഴുതുക. മാഗ്നറ്റിക് ഫീൽഡിന്റെ ആബ്സെൻസിൽ ഈ എനർജീൻ്റെ വാല്യൂ E0 എന്ന് എഴുതുക അല്ലേ. ഇൻ ദി പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് രണ്ട് ലെവൽസ് സ്പ്ലിറ്റ് ചെയ്താൽ ഒരാളുടെ വാല്യൂ E0 + μpz × B ആവും, മറ്റേയാളുടെ E0 - μpz × B ആവും അല്ലേ. ഈ ലെവലിൽ താഴ്ന്നൊരു എനർജി ലെവലും ഈ ലെവലിൽ കൂടിയൊരു എനർജി ലെവലും അവിടെ ഉണ്ടാവുന്നു അല്ലേ. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും, E0 കട്ട് ചെയ്ത് പോയി μpz × B + μpz × B വരും അല്ലേ. ദാറ്റ് മീൻസ് 2 μpz × B എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ ലെവൽസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. നമുക്കറിയാം ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകൾ ഇങ്ങനെ ട്രാൻസിഷൻ നടത്തിയാൽ അവിടെ എന്ത് ചെയ്യും, ഫോട്ടോൺസ് എമിറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ എ ഫോട്ടോൺ with this much of energy will be emitted when a proton from the upper state flips into lower state അല്ലേ. ഇവിടുന്ന് ഒരു പ്രോട്ടോൺ സ്പിൻ ഡൗൺ ഫ്ലിപ്പ് ചെയ്ത് സ്പിൻ അപ്പ് ആയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസിഷൻ നടത്തിയാൽ ഫോട്ടോൺ ഈസ് എമിറ്റഡ്. ദാറ്റ് ഫോട്ടോൺ ഹാവ് ദി എനർജി ഈക്വൽ ടു ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ലെവൽസ്. ഈ രണ്ട് ലെവലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എത്രയാണ്, 2 μpz × B. അത്രയും എനർജിയുള്ള ഒരു പ്രോട്ടോണായിട്ട് എന്ത് ചെയ്യും, ഒരു ഫോട്ടോണായിട്ട് എന്ത് ചെയ്യും, അത് റിലീസ് ചെയ്യും എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജീൻ്റെ മ്യൂസെറ്റ് ഡിപ്പെൻഡൻസ് കാരണമാണ് അതുപോലെ ലെവൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ ഒരു സിംഗിൾ ലെവൽ എന്ത് ചെയ്യും, 2 ലെവലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഇവർ തമ്മിലുള്ള എനർജി ലെവൽസ് എത്രയെന്ന് പറഞ്ഞാൽ, ഡിഫറൻസ് എത്രയെന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ കേസിൽ 2 μpz × B എന്ന് പറയും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു പ്രോട്ടോൺ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ട്രാൻസിഷൻ നടത്തിയാൽ അവിടെ എന്ത് ചെയ്യും, ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഫോട്ടോണിൻ്റെ എനർജി എത്രയാണ്, hν = ആ എനർജി ഡിഫറൻസിന് ഈക്വൽ ആവും എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 μpz × B എന്ന് പറയാം അല്ലേ. ഫ്രം ദിസ് ഐ ക്യാൻ കാൽക്കുലേറ്റ് ν = 2 μpz × B/h അല്ലേ. ഈ ഫ്രീക്വൻസിനെയാണ് നമ്മൾ ലാമർ ഫ്രീക്വൻസി എന്ന് പറയാം. എന്താ പറയാ ലാമർ ഫ്രീക്വൻസി എന്ന് പറയും അല്ലേ. ക്ലിയർ ആണല്ലോ. ജോസഫ് ലാമർ എന്ന് പറഞ്ഞ ഒരാൾ ഇൻവെന്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം. ഫൈൻഡ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ സ്പിൻ അപ്പ് ആൻഡ് സ്പിൻ ഡൗൺ സ്റ്റേറ്റ്സ് ഓഫ് എ പ്രോട്ടോൺ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് B = 1 ടെസ്ല.
ഈ 1 ടെസ്ല എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് കുറച്ച് സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ലാമർ ഫ്രീക്വൻസി ഓഫ് എ പ്രോട്ടോൺ ഇൻ ദിസ് ഫീൽഡ്? അപ്പോൾ ആദ്യം ചോദിച്ചത് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ സ്പിൻ അപ്പ് ആൻഡ് സ്പിൻ ഡൗൺ. എത്രയാണ്? 2 μpz ഇൻറ്റു ബി അല്ലേ, 2 ടൈംസ് പ്രോട്ടോൺ അല്ലേ, അപ്പോൾ 2.793 വരും ഇൻറ്റു ഈ പിന്നെ 2.793ന് നമുക്ക് പിന്നെ 2.793 μn എന്നല്ലായിരുന്നു അല്ലേ, ന്യൂക്ലിയർ മാഗ്നറ്റോൺ അല്ലേ, ന്യൂക്ലിയർ മാഗ്നറ്റോണിൻ്റെ വാല്യൂ ആണിത് അല്ലേ, EH ക്രോസ് ബൈ 2mp അല്ലേ, അതിൻ്റെ വാല്യൂ ആണിത്. 3.153 × 10⁻⁸ ഇലക്ട്രോൺ വോൾട്ട് പെർ ടെസ്ല അല്ലേ, ഇൻറ്റു ബി എത്രയാണ്? 1 ടെസ്ല. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.76 × 10⁻⁷ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ലാമർ ഫ്രീക്വൻസി ഓഫ് എ പ്രോട്ടോൺ ഇൻ ദിസ് ഫീൽഡ്? അപ്പോൾ ലാമർ ഫ്രീക്വൻസി എങ്ങനെയാണ്? ∆E/h അല്ലേ, ∆E നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ഡിവൈഡഡ് ബൈ എച്ചിൻ്റെ ഇലക്ട്രോൺ വോൾട്ടുള്ള വാല്യൂ കൊടുത്തിട്ടില്ലേ. ഇനി ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ഈ എനർജി ഇലക്ട്രോൺ വോൾട്ടിലല്ലേ, അതിനെന്ത് ചെയ്യുക, 1.6 × 10⁻⁹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ ജൂളിലാവും. എന്നിട്ട് അതിനെ എച്ചിൻ്റെ സാധാരണ വാല്യൂ ഉണ്ടല്ലോ 6.626 × 10⁻34, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും ലാമർ ഫ്രീക്വൻസി 42.58 MHz എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് കുറച്ച് പോർഷൻസ് അധികം തീർക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നത്. ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ്. ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ് എന്ന് പറയും അല്ലേ, NMR എന്ന് പറയും. ഓക്കെ, ഇത് സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാമ്പിൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, എന്തോ ഒരു ആറ്റോമിക് ന്യൂക്ലിയൈ അല്ലേ, ഇതുണ്ടെന്ന് കരുതുക. ഓക്കെ, ഇതിനകത്ത് ഈ സാമ്പിളിനകത്ത് ഇത് എന്തെങ്കിലും ഒരു പിന്നെ സാമ്പിൾ കേട്ടോ, ഇപ്പം സോഡിയോ പൊട്ടാസ്യോ അതുപോലെ ഒരു സാമ്പിളാണ് അല്ലേ, അതിൻ്റെ ന്യൂക്ലിയർ ഉള്ളൊരു സാമ്പിളാണ്. അതിനകത്ത് സ്പിൻ ഹാഫ് ഉള്ള ന്യൂക്ലിയസ് ആണുള്ളത്. ഓക്കെ, എല്ലാ ന്യൂക്ലിയൻ്റെയും സ്പിൻ എന്താണ്? ഹാഫാണ്. എന്താ പറഞ്ഞേ? ഈ സാമ്പിൾസിൻ്റെ സ്പിന്ന് ഹാഫാണ്. എന്നിട്ട് നമ്മളിവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കരുതാം. ഓക്കെ, അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്താൽ ഈ ന്യൂക്ലിയസിലെ മോസ്റ്റ് ഓഫ് ദ ന്യൂക്ലിയൈ വിൽ അലൈൻ ദർ സ്പിൻ പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അലൈൻ പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഭൂരിഭാഗം ആളുകളുടെയും സ്പിൻ എന്തായിരിക്കും? സ്പിൻ അപ്പായിരിക്കും. മനസ്സിലായോ? സ്പിൻ അപ്പായിരിക്കും. എന്താ സ്പിൻ അപ്പാൻ കാരണം നമ്മൾ നേരത്തെ തൊട്ട് മുമ്പേ പഠിച്ചു, നമ്മൾ സ്പിൻ അപ്പ് കോൺഫിഗറേഷനാണ് ലോവസ്റ്റ് എനർജി അല്ലേ, ഇത് സ്പിൻ അപ്പ് ആവും, ഇവിടെ സ്പിൻ ഡൗൺ ആവും അല്ലേ. ലാമർ ഫ്രീക്വൻസി പറഞ്ഞില്ലേ, സ്പിൻ ഡൗൺ കോൺഫിഗറേഷന് എനർജി കൂടും, സ്പിൻ അപ്പിന് എനർജി കുറയും. അപ്പം ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്പിൻ ഹാഫ് ആയിട്ടുള്ള കുറേ ന്യൂക്ലിയോണുകൾ നമ്മൾ വെച്ചാൽ അതിലെ ഭൂരിഭാഗം ആളുകളും സ്പിൻ അപ്പായിട്ട് അല്ലെങ്കിൽ their spins will be aligning parallel to the magnetic field. മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് അവരുടെ സ്പിൻ ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ സ്പിൻ അപ്പ് കോൺഫിഗറേഷനിലാണ് ഭൂരിഭാഗം ആളുകൾ നിൽക്കുക. ഇവിടെ 2 ഞാൻ സ്പിൻ ഡൗൺ കൊടുത്തിട്ടുണ്ട്. ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ടുള്ളത് കാരണം എന്താണ്? സ്പിൻ അപ്പ് ഈസ് ദി ലോവസ്റ്റ് എനർജി. എപ്പോഴും ലോ എനർജിയിലാണ് ആളുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത്, കാരണം അതാണ് മോർ സ്റ്റേബിൾ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഇഫ് വി സപ്ലൈ an electromagnetic radiation having frequency nu-L, ഈ സാമ്പിളിൻ്റെ ലാമർ ഫ്രീക്വൻസിയിലുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഞാൻ ഈ സാമ്പിളിലേക്ക് കൊടുത്താൽ ഇറ്റ് വിൽ റിസീവ് ദി റൈറ്റ് എമൗണ്ട് ഓഫ് എനർജി ടു ഫ്ലിപ്പ് ദെയർ സ്പിൻ ടു ഹയർ സ്റ്റേറ്റ് അല്ലേ. സ്പിൻ അപ്പ് കോൺഫിഗറേഷനിലാണ് ഇവരൊക്കെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിലെ ഭൂരിഭാഗം ആളുകൾ എവിടെ നിൽക്കുന്നത്? ഇവിടെ നിൽക്കുന്നത് അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കൊടുക്കുകയാണ് അല്ലേ, കറക്റ്റ് ഇങ്ങനെ ഒരു റേഡിയേഷൻ കൊടുക്കുകയാണ്. ഇതിൻ്റെ എനർജി ഫ്രീക്വൻസി എത്രയാണ്? nu-L അല്ലേ. ഇത്രയും എനർജിയുള്ള ഫ്രീക്വൻസിയുള്ള ഒരു റേഡിയേഷൻ ഞാൻ കൊടുത്താൽ ഇതിന് മുകളിലേക്ക് പോകാനുള്ള കറക്റ്റ് എനർജി കിട്ടൂലേ അല്ലേ. അപ്പം ഇയാൾ എന്ത് ചെയ്യും? സ്പിൻ അപ്പിൽ നിന്നും എനർജി കിട്ടിയില്ലേ, സ്പിൻ അപ്പിൽ നിന്നും എനർജി റിസീവ് ചെയ്ത് എനർജി കൂടിയ സ്പിൻ ഡൗൺ സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടത്തും അല്ലേ. ഇതിനെയാണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ് എന്ന് പറയുന്നത്. എന്താ റെസണൻസ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ലാമർ ഫ്രീക്വൻസി എന്താണ്? nu-L ആണ് അല്ലേ. അതേ ഫ്രീക്വൻസിയുള്ള ഒരു എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെയും ഫ്രീക്വൻസി മാച്ച് ചെയ്യണേ അല്ലേ. ആ ഫ്രീക്വൻസി മാച്ചിങ്ങിനെയാണ് നമ്മൾ റെസണൻസ് എന്ന് പറയുക. അപ്പോൾ കറക്റ്റ് ഫ്രീക്വൻസിയുള്ള ഒരാൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ അവരുടെ they will get the right energy to flip their spin and will go to
ഹയർ എനർജി ലെവൽ കോൺഫിഗറേഷൻ. ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ്. ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് കൂടിയാണ് എന്ത് ഈ പറഞ്ഞ NMR എന്ന് പറയുന്നത്. അതുപോലെ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. സാധാരണ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്പിൻ അപ്പ് കോൺഫിഗറേഷനിലാണ് ന്യൂക്ലിയർ ഒക്കെ നിൽക്കുക. അങ്ങനെ നിൽക്കുന്ന ഒരു സാമ്പിളിലേക്ക്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ നിൽക്കുന്ന ഒരു സാമ്പിളിലേക്ക് നമ്മൾ ഒരു ന്യൂവൽ ഫ്രീക്വൻസി, ലാമർ ഫ്രീക്വൻസിയിലുള്ളൊരു റേഡിയേഷൻ കൊടുത്താൽ, അല്ലേ, ഈ സാമ്പിളിൻ്റെ ലാമർ ഫ്രീക്വൻസിയിലുള്ള ഒരു റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ നേരെ സ്പിൻ ഡൗൺ കോൺഫിഗറേഷനിലേക്ക് പോകും, എനർജി കൂടിയിട്ട് അങ്ങോട്ട് പോകും. അതിനെയാണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്, സ്റ്റേബിൾ ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.